നിങ്ങൾക്കെല്ലാവർക്കും ജേക്കബ്സ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഈ വീടുകളിലേക്ക് ഉണ്ടാകുന്ന ബിൽറ്റിനായിട്ട് ഉപയോഗിക്കുന്ന ഹോബുകളും അതിൻ്റെ സർവീസും നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് ചെയ്യാം, നമുക്ക് തന്നെ സ്വന്തമായിട്ട് എങ്ങനെ ചെയ്യാം, അതിന് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതുമായിട്ടുള്ള വീഡിയോ ആണ്. ഇന്നിപ്പം ലൈറ്റ് വളരെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളിതൊന്ന് കത്തിച്ച് നോക്കാൻ വേണ്ടി പോവുകയാണ്. കത്തിച്ച് നോക്കിയിട്ടാണ് നമുക്ക് അതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചിട്ട് അതിനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ആദ്യം നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. ഇതൊരു ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്ന ഒരു ഹോബാണ്. ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ അത് ഞാൻ പുറകെ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഈ ഒരു നോബ് നെക്കിട്ട് തിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും വളരെ ചെറിയൊരു ഫ്ലെയിം മാത്രമേ ഉള്ളൂ. അത് കത്താനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. തൊട്ടടുത്ത് ഈ ബർണർ നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. അതിനും ഈ പറഞ്ഞ പോലെ തന്നെ താരതമ്യേന കുറച്ച് ഫ്ലെയിം കുറവാണ്. ഫ്ലെയിം ഉണ്ടെങ്കിലും ഫ്ലെയിം കുറവാണ്. അതിനകത്തും ഈ പറഞ്ഞ പോലെ തന്നെ ഫ്ലെയിം കുറച്ച് കുറവാണ്. ഒരു അൺഈവനായിട്ടാണ് ആ ഫ്ലെയിം ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഒരു ഫ്ലെയിം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും, ഒരു യെല്ലോ കളർ ഇങ്ങനെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ കയറി വരുന്നുണ്ട്. അത് എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയേ പറയാം. ഈ ഫ്ലെയിം നിങ്ങൾ ഏകദേശം കണ്ടല്ലോ. ഇതാണ് നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കിതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ എടുത്ത് ആദ്യം ഇതിൻ്റെ പാൻ സപ്പോർട്ടാണത്. പാൻ സപ്പോർട്ട് എടുത്ത് മാറ്റാം. പിന്നെ ഇപ്പം കണ്ടില്ലേ, കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ കുക്ക് ചെയ്തതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കിടക്കുന്നത് കംപ്ലീറ്റ്. ഇത് നമുക്ക് ഇതിൻ്റെ ബർണർ ഇപ്പോൾ കത്തിച്ചതൊക്കെ നമുക്ക് ആദ്യം എടുത്ത് മാറ്റാം. കണ്ടില്ലേ, ഇപ്പം നമ്മൾ ഇതിനകത്ത് കംപ്ലീറ്റ് അഴുക്കുകളാണ്. ഈ അഴുക്കുകൾ തന്നെയാണ്, ഈ പുറത്തുള്ളതല്ല, ഇതിൻ്റെ ഉള്ളിലുള്ള അഴുക്കുകൾ തന്നെയാണ് ആ ഫ്ലെയിം കുറയാനും ഫ്ലെയിം കറക്റ്റായിട്ട് വരാതിരിക്കാനും. പിന്നെ അതുപോലെ ഇത് കണ്ടില്ലേ, ബർണറിന്മേലൊക്കെ നിറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മളെ ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നത്. ഒരു കൊട്ടിക്കളഞ്ഞോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച പഴയ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യാം. ഇതിൻ്റെ സൈഡിലുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാം. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന പഴയ സാധനങ്ങൾ വെച്ച് തന്നെ ഇത് നമുക്ക് റെക്ടിഫൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ക്ലീൻ ചെയ്യാം. കണ്ട അഴുക്ക് അങ്ങനെ ക്ലീൻ ചെയ്യാം. അതുപോലെ എല്ലാ ബർണറും നമുക്കങ്ങനെ ക്ലീൻ ചെയ്യാം. നമുക്കിനി ഇതിനെ ഒരു തുണി കൊണ്ട് മൊത്തത്തിലൊന്ന് വൈപ്പ് ചെയ്യാം. വൈപ്പ് ചെയ്ത് മാറ്റാം. ആദ്യം ഇതിൻ്റെ ടോപ്പ് എന്ന് പറയുമ്പോൾ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതുപോലെ തന്നെ ഗ്ലാസ് ടൈപ്പ് വരുന്ന ഹോബുകളാണ് ഇപ്പോൾ കൂടുതലുള്ളത്. അപ്പോൾ ഗ്ലാസ് ടൈപ്പ് വരുന്ന ഹോബുകളാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൂടായിട്ട് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഗ്ലാസ് ഇതുപോലെ ഇപ്പോൾ തുണി കൊണ്ട് ഉണക്ക തുണി കൊണ്ട് തൂക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നനഞ്ഞ തുണി കൊണ്ട് ഒരിക്കലും നമ്മൾ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കരുത്. കാര്യം അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹീറ്റായിട്ടിരിക്കുന്ന ആ ഗ്ലാസ് ചിലപ്പം നനഞ്ഞ് തുണി കൊണ്ട് തൂക്കുമ്പോഴത്തേക്കും അതിൻ്റെ ടെമ്പർ നഷ്ടപ്പെടും. അപ്പോൾ അതിൻ്റെ ടെമ്പർ നഷ്ടപ്പെടുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വീണ് കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അപ്പം തന്നെ നമ്മുടെ വീട്ടുകാർ ഒരു നനഞ്ഞ തുണി കൊണ്ട് ആ ഗ്ലാസിൻ്റെ ടോപ്പ് ഭാഗം ഫുള്ള് തൂക്കും. ഇതിപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, ഇത് തൂക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഗ്ലാസിൻ്റെ അങ്ങനെ ടോപ്പ് ഭാഗങ്ങൾ നനഞ്ഞ തുണി കൊണ്ട് തൂക്കുന്ന സമയത്ത് ടെമ്പർ നഷ്ടപ്പെട്ടിട്ട് ചിലപ്പോൾ അന്നേരം അത് പൊട്ടണമെന്ന് നിർബന്ധമില്ല. അത് പൊട്ടുന്നത് പിന്നെ നമ്മൾ ചിലപ്പം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഉറങ്ങാൻ പോയി രാവിലെ വന്ന് നോക്കുമ്പോഴത്തേക്കൊക്കെ ചിലപ്പോൾ ഇത് പൊട്ടിയതായിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ കംപ്ലൈൻറ്റ് പറയുമ്പോൾ തന്നെ പൊട്ടിയെന്നേ പറയുള്ളൂ. പക്ഷെ നമ്മളുടെ ഭാഗത്തു നിന്നുള്ളൊരു ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ ആ ഒരു ഗ്ലാസ് പൊട്ടാനുള്ളൊരു കാരണം. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും കബോർഡിൻ്റെ മുകളിലൊക്കെ ചിലപ്പോൾ ഫോർക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇതുപോലത്തെ ചെറിയൊരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും വന്ന് ഷാർപ്പായിട്ട് വന്ന് ഗ്ലാസിൻ്റെ മുകളിൽ വന്ന് വീണ് കഴിഞ്ഞാലും ആ ഗ്ലാസ് പൊട്ടും. പക്ഷേ ഈ പറഞ്ഞ ഫോർക്കൊക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് അബദ്ധവശം വന്ന് താഴത്തേക്ക് വീണാലും അന്നേരമായിരിക്കില്ല അത് പൊട്ടണത്. പിന്നെ നമുക്ക് കുറച്ച് നേരം ഉപയോഗിച്ചതിന് ശേഷം പിറ്റേ ദിവസം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഗ്ലാസ് പൊട്ടുക. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും വന്ന് വീഴുന്ന നമ്മൾ ശ്രദ്ധിക്കാതെ വീഴുന്നോണ്ടിട്ടാണ്. ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ നമ്മുടെ പഴയ പല്ല് തേക്കുന്ന ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ബ്രഷാണ് ഉപയോഗിക്കുന്നത്. ഉണ്ടല്ലേ, ഇതിനകത്ത് നിങ്ങൾ തൂത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചെറിയ ഭാഗങ്ങളിലുള്ള അഴുക്കുകളൊക്കെ വളരെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, നല്ല വൃത്തിയായിട്ട് അതിൻ്റെ സൈഡൊക്കെ പോകുന്നുണ്ട്. കളർ മാറുന്നതല്ല, കളർ അലൂമിനിയം ആയത് കൊണ്ടിട്ട് അതിൻ്റെ കളർ അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. പക്ഷേ ആ പൊടിയും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ആ കോർണറിലൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അതിനും നമുക്ക് വേണ്ടത് ഒരു പഴയൊരു ടൂത്ത് ബ്രഷ് മതി.
അതിനായിട്ട് ഇനി ഒരു ബ്രഷ് നിങ്ങൾ വാങ്ങിക്കണമെന്നില്ല. ടൂത്ത് ബ്രഷ് കൊണ്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ക്ലീൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പുറത്ത് നമ്മൾ ക്ലീൻ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഉള്ളുകളും നന്നായിട്ട് ഇതിൻ്റെ തിളച്ച് വീഴുന്നൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. ഇതൊക്കെ ഇട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഉൾഭാഗം നന്നായിട്ട് വൃത്തിയാക്കി ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഗ്യാസ് വരുന്ന ഇഞ്ചക്ടർ അഴിച്ച് നമുക്ക് കാണിച്ചു തരാം. അതാണ് നമുക്ക് മെയിൻലി ക്ലീൻ ചെയ്യേണ്ടത്. അതായത് ഇതിൻ്റെ ഉള്ളിലാണ് ഇഞ്ചക്ടർ ഇരിക്കുന്നത്. ഇഞ്ചക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് വരുന്നത് സ്പ്രേ ചെയ്യുന്ന നോസിൽ അല്ലെങ്കിൽ ഇഞ്ചക്ടർ എന്നൊക്കെ പറയും. ആ ഇഞ്ചക്ടർ ഇതാണ് ഇതിൻ്റെ ബർണറിൻ്റെ പ്ലേറ്റ്. പല ടൈപ്പ് പ്ലേറ്റ് വരുന്നുണ്ട്, സിംഗിൾ വരുന്നുണ്ട്, ഇങ്ങനെ മാറി മറിഞ്ഞൊക്കെ വരും. അപ്പോൾ ഈ പ്ലേറ്റിൽ കൂടി ഗ്യാസ് വന്നിട്ട് ഈ ഹോളിൽ കൂടി പുറത്ത് വന്ന് ഇതിൻ്റെ മുകളിൽ വെക്കുന്ന ഈ പ്ലേറ്റ്, ഇത് പ്ലേറ്റാണ്. ചിലപ്പം ഇപ്പോൾ വരുന്ന ബർണറുകൾക്കെല്ലാം ബ്രാസിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ ഡിസൈൻ വ്യത്യാസം ഉണ്ടാവും, എന്നാലും ഫംഗ്ഷനിങ് എല്ലാം സെയിം തന്നെയാണ്. ഈ പ്ലേറ്റ് ഇതിൻ്റെ മുകളിലൊരു മൂടിയായിട്ടാണ് വെക്കുന്നത്, മൂടി പോലെ വെക്കുന്നതാണ്. അപ്പോൾ ഈ പ്ലേറ്റിൽ തട്ടിയിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടി ഗ്യാസ് വന്ന് ഈ ചെറിയ വിടവിൽ കൂടി ഗ്യാസ് വന്നിട്ട് ഇവിടെ വെച്ച് തന്നെയാണ് ഇതിൻ്റെ ഓക്സിജൻ മിക്സിംഗ് ആയിട്ടത് കത്തുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രഷൊക്കെ ഉപയോഗിച്ച് ഈ ഒരു ഭാഗം കൂടി നന്നായിട്ട് ക്ലീൻ ചെയ്യണം. കാര്യം ഇവിടെ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് വരുന്നത് വളരെ കുറവായിരിക്കും. ചിലപ്പോൾ യെല്ലോ ഫ്ലെയിം കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഒരു സൈഡ് കൂടി വൃത്തിയായിട്ട് ക്ലീൻ. പിന്നെ അതുകൂടാതെ വാക്വം ക്ലീനർ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയൊരു ബ്ലോവർ ഉള്ള ആൾക്കാർ ഇതുകൊണ്ട് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, സാധാരണഗതിയിൽ തുണി കൊണ്ട് തന്നെ തൂത്തെടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പതുക്കെ ഊതി ക്ലീൻ ചെയ്യുക. ഊതി ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക മുഖത്തേക്ക് പോകാതിരിക്കാനായിട്ട്. കാര്യം ഇത് കുഴി ആയതുകൊണ്ടിട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് റിട്ടേൺ നമ്മുടെ മുഖത്തേക്ക് വരും. അപ്പോൾ ഒന്ന് സൈഡിലേക്ക് ഇങ്ങനെ ചരിഞ്ഞ് നിന്നിട്ട് വേണം മുഖത്തേക്ക് ഊതാനായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തു നിന്നുള്ളത് നേരെ കണ്ണിലേക്ക് പോകും. സൈഡിലേക്ക് ഊതി കഴിഞ്ഞാൽ ആ സമയത്ത് പതുക്കെ ഒന്ന് കണ്ണടച്ച് കൊടുത്താൽ മതി. ബ്ലോവർ ഇല്ലാത്ത ആൾക്കാർ ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഒരു സെറ്റപ്പാണ് പറഞ്ഞത്. ബ്ലോവർ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ വാക്വം ക്ലീനർ ആൾക്കാർ അത് വാക്വം പിടിച്ച് കളയോ എയർ അടിച്ച് കളയോ ചെയ്യാം. ജെറ്റിൻ്റെ മേളിലുള്ള ആ ഒരു ഗ്രൂവ് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ ആ ജെറ്റ് ഊരിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് എപ്പോഴും നമ്മൾ ഇതുപോലൊരു ബോക്സ് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതുപോലൊരു ബോക്സ്, ഇത് 7 ഇതിൻ്റെ സൈസ്. ഈ ബോക്സിൻ്റെ സൈസ് 7 ബോക്സാണ്. 7 ബോക്സാണ് കോമൺ ആയിട്ട് എല്ലാ അടുപ്പുകൾക്കും വരുന്നത്. കുക്ക് ടോപ്പിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 9 അല്ലെങ്കിൽ 8 ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ ഹോബിൻ്റെ ആയതുകൊണ്ട് നമുക്ക് 7 സൈസ് മതി. ഇതിപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് എന്താ കഴിഞ്ഞു. ഇനി നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാം. നേരെ കുറച്ച് നമ്മൾ പ്ലെയറിനാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും ലിവറേജും കിട്ടില്ല, ഊരിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കണ്ട ജെറ്റ് ഊരി പോന്നിട്ടുണ്ട്. ഇതാണ് ഗ്യാസ് സ്പ്രേ ചെയ്യുന്ന ജെറ്റ്. അപ്പോൾ ഇതിനാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. പക്ഷേ മിക്ക ആൾക്കാരും എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇത് അഴിക്കണതിന് പകരം ഇവിടെ നമ്മൾ സാധാരണ വീട്ടിലുണ്ടാകുന്ന സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് കുത്തും. ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പൈപ്പിൻ്റെ അകത്തുള്ള അഴുക്ക് അല്ലെങ്കിൽ ഈ ജെറ്റുമേൽ കുടുങ്ങിയേക്കണം. മിക്കവാറും അഴുക്കെന്ന് പറയുമ്പോൾ ഉറുമ്പൊക്കെ ആയിരിക്കും ഈ ഹോളിൽ ഉണ്ടാകുന്നത്. കാരണം നമ്മളുടെ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണല്ലോ ഇത്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ എന്ത് സംഭവിക്കുക, ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ക്ലീനിങ് കൃത്യമല്ല എന്നുണ്ടെങ്കിൽ എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഉറുമ്പ് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറും. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് അതിന് പുറത്തേക്ക് പോരാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ കഴിയുമ്പോഴത്തേക്കും അത് അവിടെ നിന്ന് ഈ ഹോളിൽ വന്ന് കുടുങ്ങും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഒരു പിന്നെടുത്തിട്ട് അങ്ങോട്ട് കുത്തും. അപ്പോൾ അത് നേരെ താഴത്തേക്ക് പോകും. 1-2 ദിവസം വർക്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു 7 സ്പാനർ എടുത്ത് ഊരിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഓട്ടോമാറ്റിക് ഉള്ള ഹോബാണെങ്കിൽ ഇതിനകത്ത് ഓട്ടോമാറ്റിക് ഉണ്ട്, എന്താ സ്പാർക്കിംഗ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഓട്ടോമാറ്റിക് ഉണ്ട്. ആ ഓട്ടോമാറ്റിക് ആദ്യം ഓഫ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ജെറ്റ് തുറന്നു വെച്ചിരിക്കുവാണ്. തുറന്നു വെച്ചേക്കുന്ന സമയത്ത് നമ്മൾ ഈ ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യണം. ബൈ ചാൻസ് നമ്മൾ പെട്ടെന്ന് ഇത് ഓഫ് ചെയ്യാതെ തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഗ്യാസ് ഹൈ പ്രഷറിൽ വന്നിട്ട് ഇവിടെ കത്താൻ സാധ്യതയുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ വേറെ ഡേഞ്ചർ ഒന്നുമില്ല, ജസ്റ്റ് ഫ്ലെയിം മേളിലേക്ക് വരുന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യുന്ന ബാറ്ററി ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഹോബാണെങ്കിൽ ആ ബാറ്ററി റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം ഇത് കത്തിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യാം. ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു ബർണറിൻ്റെയാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ആദ്യം. എന്നിട്ട് ഈ നോബ്, ഇതിൻ്റെ നോബ് ഇതാണല്ലോ, ഈ നോബ് നമ്മൾ ജസ്റ്റ് താഴത്തേക്ക് നെക്കി കഴിയുമ്പോഴത്തേക്ക് സ്പാർക്കിങ് വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ തുറക്കുക. തുറക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഗ്യാസ് കുറച്ച് പുറത്തേക്ക് വരും. പുറത്തേക്ക് വരുന്നത് അതിനകത്തുള്ള അഴുക്കുകൾ കംപ്ലീറ്റ് സ്പ്രെഡായിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ ആ പൈപ്പിൻ്റെ ഭാഗം ക്ലീനായി. ഇനി നമുക്ക് ഇതെങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് നോക്കാം. ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഇപ്പം നമുക്ക് നിലവിൽ മാർക്കറ്റിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഇതുപോലൊരു ടൂള് കിട്ടും. ഇങ്ങനെ കുറേ കമ്പിയും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊരു ഫയലാണ്, പല സൈസിലെ ടൂള് കിട്ടും.
ഇനിയിപ്പോൾ ഇത് മേടിക്കാൻ പറ്റില്ല, വേണ്ട, നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന വയറിങ്ങിൻ്റെ വയറില്ലേ, ഇതുകൊണ്ട് ഒരു രണ്ട് സ്ലാഗ് എടുക്കുക. 2 സ്ലാഗ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിരിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പ് കാണിച്ച ടൂളിൻ്റെ അതേ ഉപയോഗം നടക്കും. ഇതാകുമ്പോഴത്തേക്കും കണ്ട അതിൻ്റെ സൈഡിലൊരു ഗ്രിപ്പ് പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമായിരിക്കും. കണ്ട ഇങ്ങനെ പിടിക്കുക, ജെറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പതുക്കെ വലിക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പൊടിയും അഴുക്കും അതുപോലെ തന്നെ കാർബണിൻ്റെ കണ്ടൻ്റൊക്കെ ഉണ്ടാവും, ഈ കരി പോലെ പിടിച്ചിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ സർഫേസ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ക്ലീൻ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യേണ്ട. അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫയൽ എടുക്കാം, അല്ലെങ്കിൽ സാൻഡ് പേപ്പർ ഉണ്ടെങ്കിൽ സാൻഡ് പേപ്പർ ഇട്ട് ചെയ്താലും മതി. പിന്നെ മോൾ ഭാഗം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തേക്കാം. അപ്പോൾ ഒരു വൃത്തി നമുക്ക് തോന്നിക്കും, ചെയ്തൊരു കാര്യം വൃത്തിയായിട്ടിരിക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. എന്നിട്ട് പതുക്കെ ഒന്ന് ഊതിക്കളയാം, തിരിച്ച് വന്നിട്ട് അതുപോലെ തന്നെ ഫിറ്റ് ചെയ്യാം. ഇപ്പം ഈ ബർണർ ചെയ്ത പോലെ തന്നെ എല്ലാ ബർണറും അങ്ങനെ തന്നെ ചെയ്യാം നമുക്ക്. പിന്നെ അതുകൂടാതെ ഇത് 3 ടൈപ്പ് ബർണറാണ് ഈ ഒരു അടുപ്പിനകത്തുള്ളത്, ചിലത് 2 ടൈപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ജെറ്റ് ഊരുമ്പോഴത്തേക്കും ഏത് ജെറ്റിൻ്റെ അല്ലെങ്കിൽ ഏത് ബർണറിൻ്റെ ജെറ്റാണ് നമ്മൾ ഊരിയെടുത്തത് അത് അതിൽ തന്നെ പിടിപ്പിക്കുക. ഈ ഒരു ജെറ്റ് ഇപ്പുറത്ത് വെച്ചാലും ഈ ഒരു ജെറ്റ് ഇപ്പുറത്ത് വെച്ചാലും ഫ്ലെയിമിന് ഡിഫറൻസ് ഉണ്ടാവും. ഇത് കുറച്ച് വലുതാണ്, അപ്പോൾ ഇപ്പുറത്തുള്ള ചെറുതാണ്. ഈ വലുതിൻ്റെ അടുത്ത് ചെറുതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ഹൈ ഫ്ലെയിമും ഇതിനകത്ത് ലോ ഫ്ലെയിമും ആയി പോകും. അപ്പോൾ അതുകൊണ്ട് എടുക്കുന്നത് ഏത് ജെറ്റാണോ അതേ സ്ഥാനത്ത് തന്നെ ആ ജെറ്റ് പ്ലേസ് ചെയ്യുക. ഓരോന്ന് അങ്ങനെ ഇതിനകത്ത് എല്ലാത്തിനകത്തും ഒരു നമ്പർ ഉണ്ടാവും. പക്ഷെ അത് നോക്കാൻ ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓരോന്ന് അയച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം അടുത്ത് കഴിക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് ഈ ചെറുത് കഴിക്കാം. ഇത് ഇത്തിരി ടൈറ്റ് ഉണ്ട്, അപ്പോൾ അതിന് നമുക്ക് ഒരു ചെറിയ ഒരു ലിവറേജുള്ള ഒരു ടൂൾ കൂടി ഇട്ടിട്ട് നമുക്ക് അതിനകത്തിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കാം. വേണ്ട, ഇതിപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഊരിയെടുക്കാം. ഇനിയിപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ സ്പാനർ ഇല്ലാന്നുണ്ടെങ്കിൽ ബോക്സ് കൊണ്ടിട്ടായാലും നമുക്കിത് ക്ലീൻ ചെയ്യാം. നമുക്കിത് അത് ഊരിയെടുത്തു, ഇനി ഇതിനെ ഊരിയെടുക്കാം. ഇത് 3 ഊരെടുത്ത് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാ ബർണറും നമുക്ക് അതുപോലെ ഒന്ന് ബ്രഷ് കൊണ്ട് തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്യാം. പൊടി ഉണ്ടാവും ഒരുപാട്, കാര്യം ഇതിൻ്റെ മെറ്റൽ പാർട്ടുകളൊക്കെ അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റൊക്കെ ഇതിനകത്ത് ഇഷ്ടംപോലെ കിടക്കുന്നുണ്ടാവും. നന്നായിട്ട് ഇതിൻ്റെ ഗ്രൂവൊക്കെ ക്ലീൻ ചെയ്യുക. അപ്പോൾ പഴയ ഒരു ബ്രഷ് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഉപകാരം കൂടി ഉണ്ട്. ഉണ്ടാ അഴുക്കുണ്ട്, ബ്രഷിൻ്റെ കളർ മാറിയിട്ടുണ്ട്. എന്താ ഇതിനകത്ത് ഇത്രയും അഴുക്കാണ് കിടക്കുന്നത്, കണ്ടില്ലേ, ഇത്ര അഴുക്കുണ്ടാവും ഇതിനകത്ത്. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് നമ്മുടെ ബർണറിനകത്ത് ഫ്ലെയിം കറക്റ്റായിട്ട് വരാതിരിക്കുന്നത്. യെല്ലോ ഫ്ലെയിം കാര്യങ്ങളൊക്കെ വരുന്നത് കൂടുതൽ അതുകൊണ്ടിട്ടായിരിക്കും. ഇത് നമ്മൾ ഇങ്ങനെ മൊത്തത്തിൽ ക്ലീൻ ചെയ്തതിന് ശേഷം കഴുകേണ്ട ആവശ്യമില്ല, ഇതുപോലെ ക്ലീൻ ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ ഹോൾസൊക്കെ വല്ലതും ഇവിടെ ഈ സൈഡിലൊക്കെ ഹോൾസ് ഉണ്ടാവും. ഇതൊക്കെ അടഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വയറിൻ്റെ നാര് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് ക്ലീൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് കത്തിക്കാം. ഇതാണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് സ്പാർക്കിങ് വരുന്ന പിന്നുകളാണ്. ഇത് സെറാമിക് പിൻ എന്നാണ് പറയുന്നത്. സെറാമിക്കാണ് ഇതിൻ്റെ പുറത്തുള്ളത്. ഇതിൻ്റെ അകത്തൊരു മെറ്റൽ പാർട്ട് ഉണ്ടാവും. അങ്ങനെ 4 അടുപ്പിനും ഇങ്ങനെ ഒരു സെറാമിക് പിൻ ഉണ്ടാവും. ഇത് 4ഉം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് തന്നെയാണ് സ്പാർക്കിങ് വരുന്നത്. ഏത് നോബ് നെക്കിക്കഴിഞ്ഞാലും എല്ലാത്തിലും സ്പാർക്കിങ് വരും. അത് നമ്മൾ കയറി കൈകൊണ്ട് പിടിച്ചാൽ നമുക്ക് ഷോക്ക് അടിക്കില്ല, പക്ഷേ ചെറിയൊരു തരിപ്പുണ്ടാവും നമുക്ക്, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. കണ്ടോ, ഇപ്പോൾ സ്പാർക്കിങ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. കണ്ടോ, ഇങ്ങനെ അടിക്കും. അതേപോലെ തന്നെ ഇവിടെയും സ്പാർക്കിങ് വരുന്നുണ്ട്, ഇവിടെയും സ്പാർക്കിങ് വരുന്നുണ്ട്, ഇവിടെയും സ്പാർക്കിങ് വരുന്നുണ്ട്. അപ്പോൾ ഏത് നോബ് നെക്കിക്കഴിഞ്ഞാലും 4ലും ഒരേപോലെ സ്പാർക്കിങ് വരും. പക്ഷെ നമ്മൾ ഏതാണോ തിരിക്കുന്നത്, ഈ നെക്കിയിട്ട് തിരിക്കുന്നത്, അത് മാത്രമേ കത്തുള്ളൂ. അപ്പോൾ നമുക്കിത് ബർണറൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു അടുപ്പൊന്ന് കത്തിച്ച് നോക്കാം. പിന്നെ അതുപോലെ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് എന്തെങ്കിലും സ്ക്രൂ അല്ലെങ്കിൽ ജെറ്റുകളൊക്കെ അഴിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കുറേ നാൾ ഉപയോഗിക്കാണ്ട് അല്ലെങ്കിൽ അഴിക്കാണ്ടിരിക്കുന്ന ഒരു ജെറ്റാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പ്രേ നമുക്ക് ഉപകാരപ്പെടും. ഇത് നമുക്ക് ഈ ഒരു കാര്യത്തിന് മാത്രമല്ല, നമ്മൾ അഴിയാത്ത നെറ്റുകളും എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ്. WD-40 എന്നാണ് അതിൻ്റെ പേര്. ഇത് മാർക്കറ്റിൽ കിട്ടും, ചെറിയ പൈസയേ ഉള്ളൂ. ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലേ, സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സ്ക്രൂകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ഊരിയെടുക്കാൻ പറ്റും. അത് അപ്പം തന്നെ ഊരിയെടുക്കരുത്, കുറച്ച് നേരമാണ് ലിക്വിഡ് ഒന്ന് ഫോം ആകാൻ വെച്ചിട്ട് അതിനുശേഷം മാത്രം ഊരുക. അപ്പോൾ പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റും.
അതുകൊണ്ട് ഈ ബർണറിൻ്റെ മേളിൽ വെക്കുന്ന ആ പ്ലേറ്റിന് കുറച്ച് ഷേപ്പൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനത്തെ പ്ലേറ്റ് അല്ലെങ്കിൽ കൂടി ബ്രാസിൻ്റെ ആയാലും ഇങ്ങനെ ഷേപ്പ് ഔട്ട് ആയിക്കഴിഞ്ഞാൽ അത് മാക്സിമം മാറ്റി കഴിഞ്ഞാൽ കണ്ട ഇത് ഇവിടെയൊക്കെ ഏകദേശം ദ്രവിച്ച പോലെ ആയിട്ടുണ്ട്. ചൂട് കൊണ്ടിട്ട് പൊട്ടിപ്പോകുന്നതാണ്. കണ്ടില്ലേ, മെറ്റലാണല്ലോ, കാസ്റ്റേൺ ആണല്ലോ, അപ്പോൾ അത് പെട്ടെന്ന് ചൂട് വന്നിട്ട് ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇതൊക്കെ മാറ്റുക. ഇങ്ങനെ മാറ്റാനുള്ള മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഗ്യാസ് കൂടുതലും കിട്ടും. യെല്ലോ ഫ്ലെയിം കാര്യങ്ങളൊന്നും വരില്ല. അതിപ്പോൾ ബ്രാസിൻ്റെ ആയാലും ബ്രാസിൻ്റെ വളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് പുതിയത് വെക്കുക. ഇനി നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് നമ്മളെ വീടുകളിൽ റിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊരു ഐഡിയ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അല്ലെങ്കിൽ ടെക്നിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കുള്ളതാണ്. അല്ലെങ്കിൽ ഇതുമായിട്ട് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ളവർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്തത്. കണ്ടില്ലേ, ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്യാവശ്യം നല്ല ഫ്ലെയിം ആയിട്ടുണ്ട്. നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം കണ്ടോ, അപ്പോൾ നല്ല ഫ്ലെയിം ആയിട്ടുണ്ട്. ഇപ്പോൾ യെല്ലോ ഫ്ലെയിം ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ചൊന്ന് യെല്ലോ ഡോട്ട്സ് അടിക്കും. ഏത് എടുപ്പെടുത്താലും ചെറിയൊരു യെല്ലോ ഡോട്ട്സ് അടിക്കും. പക്ഷേ ഫുൾ യെല്ലോ ഫ്ലെയിം വരാൻ പാടില്ല. യെല്ലോ ഡോട്ട്സ് അടിക്കും. കാര്യം അത് കുറച്ച് ഗ്യാസ് കത്താതെ പോകുന്നതാണ് യെല്ലോ ഡോട്ട്സ് അടിക്കുന്നത്. കണ്ടോ, ഇപ്പം നമ്മൾ മുമ്പ് കത്തിച്ചതിനേക്കാളും അതിനകത്ത് യെല്ലോ ഫ്ലെയിം കുറഞ്ഞിട്ടുണ്ട്. വളരെ ക്ലിയർ ആയിട്ട് അത് കത്തുന്നുണ്ട്. ഇനി ചെറുത് നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. ചെറുതിലൊട്ടും ഫ്ലെയിം ഉണ്ടായില്ലല്ലോ. യെസ്, ഉണ്ടാ, അതും അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് കൊണ്ടിട്ടാണ് അതിനകത്ത് ഇടക്കിടക്ക് ഒരു തരിതരി പോലെ ഇങ്ങനെ തെറിക്കുന്നത്. മൊത്തം നമ്മളിപ്പോൾ മെറ്റൽ ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്തല്ലോ, അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് പുറത്തേക്ക് പോകുന്നതാണ്. അത് കഴിയുമ്പോഴത്തേക്ക് അത് നോർമൽ ഫ്ലെയിമിലേക്ക് വരും. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ജേക്കബ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.